വെൽക്കം ടു മെക്കാനിക്കൽ ക്ലാസ് റൂം. കഴിഞ്ഞ 2 വീഡിയോകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തത് ജൂനിയർ ഇൻസ്ട്രക്ടർ കേരള PSC ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എക്സാമിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എക്സ്പ്ലനേഷനും ആയിരുന്നു. ഈ ഒരു വീഡിയോ അതിൻ്റെ 3ാം ഭാഗമാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്നവർ ആ 2 വീഡിയോകളുടെ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുക. Question 41. The safety device used to protect the eyes while grinding is option A hand screen, B helmet, C chipping goggles, D chipping screen. ഏത് സേഫ്റ്റി ഡിവൈസ് ആണ് ഗ്രൈൻഡിങ്ങിന്റെ സമയത്ത് കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ചിപ്പിംഗ് ഗോഗിൾസ് ആണ് യൂസ് ചെയ്യുക. ഇവിടെ പറഞ്ഞിട്ടുള്ള ഹാൻഡ് സ്ക്രീൻ, ഇത് വെൽഡിങ്ങിന്റെ ടൈമിൽ നമ്മുടെ മുഖത്തും അതേപോലെ കണ്ണിലൊക്കെ സ്പാർക്ക് ആവാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സേഫ്റ്റി ഡിവൈസ് തന്നെയാണ് ഹാൻഡ് സ്ക്രീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ ഫ്ലക്സ് യൂസ്ഡ് ഫോർ ബ്രേസിംഗ് ഓഫ് MS ഷീറ്റ്. MS ഷീറ്റിന്റെ ബ്രേസിംഗിന് യൂസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ പേരുണ്ട്. ഓപ്ഷൻ എ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ബി സിങ്ക് ക്ലോറൈഡ്, സി ടൈലോറസിൻ, ഡി ബോറാക്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബോറാക്സ് ആണ് ബ്രേസിങ്ങിന് യൂസ് ചെയ്യുന്ന ഫ്ലക്സ്. ഇനി ഫ്ലക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അത് സോൾഡറിങ്ങിനും യൂസ് ചെയ്യും, അതേപോലെ തന്നെ ബ്രേസിങ്ങിനും ഒക്കെ ഫ്ലക്സ് യൂസ് ചെയ്യാറുണ്ട്. ഫ്ലക്സിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് ഓക്സൈഡ് ഫിലിം ഫോർമേഷൻ അല്ലെങ്കിൽ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുക. ഈ ബ്രേസിങ്ങിന്റെ ടൈമിൽ ഓക്സൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ യൂണിഫോം ഫ്ലോ ഓഫ് ബ്രേസിംഗ് മെറ്റൽ പോസിബിൾ ആവില്ല. അപ്പോൾ യൂണിഫോം ഫ്ലോ ഓഫ് ബ്രേസിംഗ് മെറ്റൽ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലക്സ് യൂസ് ചെയ്യുന്നത്. ഫ്ലക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സൈഡ് ഫോർമേഷനെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, ഈ ബോറാക്സ് ആണ് ബ്രേസിങ്ങിന് ജനറലായി യൂസ് ചെയ്യുന്ന ഫ്ലക്സ്. ഇവിടെ കൊടുത്തിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ്, സിങ്ക് ക്ലോറൈഡ്, ടൈലോറസിൻ, ഇതൊക്കെ സോൾഡറിംഗ് പ്രോസസ്സിലും ഫ്ലക്സ് യൂസ് ചെയ്യും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന സോൾഡറിംഗ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ പേരുകളാണിത്. ഇത് വേറെ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്, നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. അസറ്റിലിൻ ഗ്യാസ് ഈസ് ഡിസോൾവ്ഡ് ഇൻ ഡാഷ് ലിക്വിഡ് ഇൻ സിലിണ്ടർ. അസറ്റിലിൻ ഗ്യാസ് ഏത് ലിക്വിഡിലാണ് സിലിണ്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വാട്ടർ, ബി അസറ്റോൺ, സി കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഡി കെറോസിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അസറ്റോണിലാണ് അസറ്റിലിൻ ഗ്യാസ് ഡിസോൾവ് ചെയ്തിട്ടുള്ളത്. ഇനി എന്തുകൊണ്ടാണ് അസറ്റോണിൽ അസറ്റിലിൻ ഗ്യാസ് ഡിസോൾവ് ചെയ്തിട്ടുള്ളത്? 2-3 കാരണങ്ങളുണ്ട് അതിന്. ഒന്നാമത്തെ കാരണം ഇത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അഥവാ ഓക്സിജനായിട്ടുള്ള റിയാക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസറ്റിലിൻ ഗ്യാസ് അസറ്റോണിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാരണം, നമുക്ക് പ്രഷറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അസറ്റോൺ പ്യുവർ ഈ അസറ്റിലിൻ ഗ്യാസ് മാത്രം യൂസ് ചെയ്ത് നമ്മൾ പ്രഷറൈസ് ചെയ്യണമെങ്കിൽ, അത് മാത്രം സിലിണ്ടറിൽ നിറയ്ക്കുകയാണെങ്കിൽ എക്സ്പ്ലോഷനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അസറ്റോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി അസറ്റിലിൻ ഗ്യാസ് ആഡ് ചെയ്യാനുള്ള കഴിവ് അസറ്റോൺ ഉണ്ട്. അങ്ങനെയുള്ള ഒരു 2-3 കാരണങ്ങൾ കൊണ്ടാണ് അസറ്റിലിൻ ഗ്യാസ് അസറ്റോണിൽ ഡിസോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കളർ കോഡ് ഫോർ ഐഡന്റിഫൈയിങ് ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ഈസ്. ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ഐഡന്റിഫൈ ചെയ്യാനുള്ള കളർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മെറൂൺ, ബി ബ്ലാക്ക്, സി ബ്ലൂ, ഡി റെഡ്. കറക്റ്റ് ആൻസർ ബ്ലാക്ക് ആണ്. നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാൻ പറ്റും. ഇത് ഓക്സിജൻ സിലിണ്ടർ ആണ്, ബ്ലാക്ക് ഇൻ കളർ ആണ്. എന്നാൽ അസറ്റിലിൻ സിലിണ്ടർ മെറൂൺ ഇൻ കളർ ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഓയിൽ ആൻഡ് ഗ്രീസ് ക്യാൻ റിയാക്ട് വയലന്റ്ലി വെൻ കോണ്ടാക്ട് വിത്ത് high pressure. Option A high pressure dash. Option A carbon dioxide, B propane, C oxygen, D hydrogen. Correct answer option C ആണ്. ഓയിൽ ആൻഡ് ഗ്രീസ് അത് വയലന്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. ഹൈ പ്രഷറിൽ വയലന്റ് ആയി റിയാക്ട് ചെയ്യുന്നത് ഓക്സിജനുമായിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When a hose protector is fitted, the gas can only flow. hose പ്രൊട്ടക്ടർ ഫിറ്റ് ചെയ്ത ഈ ഗ്യാസിന്, നമ്മൾ അസറ്റിലിൻ വെൽഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഗ്യാസ്, ഓക്കെ, അത് ഏത് ഡയറക്ഷനിൽ മാത്രമാണ് ഫ്ലോ ചെയ്യാൻ പറ്റുക എന്നാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഏതൊക്കെ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും?
Option A, blow pipe to cylinder. B, cylinder to blow pipe. C, both ways. D, will not flow. Correct answer option B ആണ്, cylinder to blow pipe. അപ്പോൾ cylinder to blow pipe flow ensure ചെയ്യാൻ വേണ്ടിയിട്ടാണ് hose protector യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത question, soldering is a method of joining two metal pieces by means of a third metal having relatively dash melting point. Okay, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ലോ, ബി high melting point, C equal melting point, D all of the above. ഇവിടെ correct answer ഓപ്ഷൻ എ ആണ്. ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും തേർഡ് മെറ്റൽ ഉണ്ടായിരിക്കും. തേർഡ് മെറ്റൽ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ഫില്ലർ മെറ്റൽ. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ഇനി സോൾഡറിംഗിൽ യൂസ് ചെയ്യുന്ന ഫില്ലർ മെറ്റൽ എന്താണ്? സോൾഡർ ആണ്. സോൾഡർ എന്ന് പറഞ്ഞാൽ ലെഡ് ടിന്ന് ഇതിന്റെ അലോയ് ആണ് സോൾഡർ. ജനറൽ പർപ്പസ് സോൾഡറിന്റെ കോമ്പോസിഷൻ 50% ലെഡും 50% ടിന്നായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫ്ലോ ഓഫ് മോൾട്ടൺ സോൾഡർ ഇൻ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വർക്ക് പീസ് ഈസ് ഡ്രിവൺ ബൈ ഡാഷ് ഫോഴ്സ്. ഓപ്ഷൻ എ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ബി capillary force, C viscosity, D wetting. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കാപ്പിലറി ഫോഴ്സ് കാരണമാണ് മോൾട്ടൺ സോൾഡർ വർക്ക് പീസിന്റെ ഗ്യാപ്പിലോട്ട് ഫ്ലോ ചെയ്യുന്നത്. അതിനുള്ള കാരണക്കാരനായിട്ടുള്ള ഫോഴ്സ് കാപ്പിലറി ഫോഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾഡർ മെൽറ്റ് അറ്റ് എ ടെമ്പറേച്ചർ ഡാഷ് ഡിഗ്രി സെൽഷ്യസ്. സോൾഡർ മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എബോ 350 ഡിഗ്രി, ബി ബിലോ 350 ഡിഗ്രി, സി എബോ 450 ഡിഗ്രി, ഡി നൺ ഓഫ് ദ എബോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ബിലോ 350 ഡിഗ്രി ആണ്. ഈ സോൾഡറിങ്ങിന്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും PSC ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സോൾഡർ അതൊന്ന് നോക്കാം. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ സോൾഡർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോമ്പോസിഷൻ ആണ്. എത്ര പെർസെന്റേജ് ടിൻ ഉണ്ട്, എത്ര പെർസെന്റേജ് ലെഡ് ഉണ്ട്, അതിനനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സോൾഡർ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഒന്നാമത്തെ കാറ്റഗറി നോക്കാം. 70% ടിൻ, 30% ലെഡ്. ഇങ്ങനെയാണെങ്കിൽ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് 188 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്തത് 50% ടിൻ, 50% ലെഡ്. അഥവാ നേരത്തെ പറഞ്ഞല്ലോ ജനറൽ പർപ്പസ് ലെഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിന് 50-50 സോൾഡർ എന്ന് കൂടെ പേരുണ്ട്. ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് 244 ഡിഗ്രി സെൽഷ്യസ്. 244 ഡിഗ്രി സെൽഷ്യസ് ആണ്. മൂന്നാമത്തെ കാറ്റഗറി 50% ടിൻ, 95% ലെഡ്. ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് 310 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും എല്ലാ കേസും ബിലോ 350 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സോൾഡർ മെൽറ്റ് at a temperature below 350 degrees Celsius ആണ് correct answer. Now അടുത്ത question, soldering flux has a melting point dash the melting point of solder. soldering flux ന്റെ melting point സോൾഡറിനെ അപേക്ഷിച്ച് എങ്ങനെയാണ് എന്നാണ് question. ഓപ്ഷൻ എ low, B high, C equal, D above. all of the above. Okay, ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സോൾഡറിംഗ് ഫ്ലക്സിന്റെ മെൽറ്റിംഗ് പോയിന്റ് സോൾഡറിനേക്കാളും കുറവായിരിക്കും. ഇനി നമുക്ക് വ്യത്യസ്ത സോൾഡറിംഗ് ഫ്ലക്സിന്റെ പർപ്പസ് നേരത്തെ പറഞ്ഞിരുന്നു. പർപ്പസ് ഔട്ട്സൈഡ് ഫോർമേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രോപ്പർ ആയിട്ട് സോൾഡറിംഗ് അല്ലെങ്കിൽ ബ്രേസിംഗ് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലക്സ് യൂസ് ചെയ്യുക. ഇനി സോൾഡറിംഗ് ഫ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് നമുക്ക് നോക്കാം. സിങ്ക് ക്ലോറൈഡ് ആണ്. അത് സ്റ്റീൽ, ടിൻ, ബ്രാസ്, കോപ്പർ, ബ്രോൺസ് ഇതിനാണ് യൂസ് ചെയ്യുക. അതേപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സിങ്ക്, ഗാൽവനൈസ്ഡ് അയൺ യൂസ് ചെയ്യും. അതേപോലെ റെസിൻ യൂസ് ചെയ്യുക. ലെഡ്, ബ്രാസ്, കോപ്പർ, ബ്രോൺസ് ഇതിന്റെ സോൾഡറിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ബ്രേസിംഗ് ദ ഫില്ലർ മെറ്റീരിയൽ മെൽറ്റ് അറ്റ് എ ടെമ്പറേച്ചർ ഡാഷ് ദ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ടു ബി ജോയിൻഡ്. ഓപ്ഷൻ എ ബിലോ, ബി ഹൈ, സി ഈക്വൽ, ഡി എബോ. ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ബിലോ ആയിരിക്കും. Below. Soldering of MS sheet takes place at a temperature of dash.
MS ഷീറ്റിന്റെ സോൾഡറിംഗ് നടക്കുന്ന ടെമ്പറേച്ചർ ആണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 250 ഡിഗ്രി സെൽഷ്യസിലാണ് സോൾഡറിംഗ് പ്രോസസ് MS ഷീറ്റിന്റെ കേസിൽ നടക്കുന്നത്. അടുത്ത വൺ ഓഫ് ദ നെസസിറ്റീസ് ഓഫ് വെൽഡിംഗ് ട്രാൻസ്ഫോമർ ഈസ് ഓപ്ഷൻ എ ടു റെഡ്യൂസ് വോൾട്ടേജ് ആൻഡ് ഇൻക്രീസ് കറന്റ്, ബി ടു കറന്റ് electrical energy to convert electrical energy to mechanical, to get a defect free weld, D to control distortion. Correct answer option A ആണ്. To reduce voltage and increase current ആണ്. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുക. അഥവാ ഹൈ വോൾട്ടേജ് ലോ ആംബിയർ ആയിട്ടുള്ള ഇൻപുട്ട് കറന്റിനെ ലോ വോൾട്ടേജ് ഹൈ ആംബിയർ ആയിട്ടുള്ള വെൽഡിംഗ് കറന്റായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെൽഡിംഗ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുക. Okay. Which one of the following welding machine can supply AC or DC? Option A engine driven generator, B motor driven generator, C transformer, D transformer rectifier. Correct answer option D ആണ്. Transformer rectifier ആണ് യൂസ് ചെയ്യുക. Transformer rectifier അതിനെ AC അതുപോലെ DC വേണ്ട സമയത്ത് സപ്ലൈ ചെയ്യലാണ് അതിന്റെ ഫംഗ്ഷൻ. അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകത വളരെ കോമ്പാക്റ്റ് ആണ്, അതേപോലെ റിലയബിൾ ആണ്, ഹൈ എഫിഷ്യന്റ് ആണ്. Now അടുത്ത ക്വസ്റ്റ്യൻ, the flow of open circuit voltage in manual metal arc welding is dash what? Option A 40 to 60, 60 to 70, 60 to 150, 110 to 220. Correct answer option C ആണ്. 60 to 150 വോൾട്ട് ആണ് manual metal arc welding. Open circuit voltage in manual metal arc welding. Another question, forged welding is classified as option A fusion welding without pressure, B fusion welding with pressure, non-fusion welding with pressure, D non-fusion welding without pressure. നമുക്കറിയാം ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ബേസ് മെറ്റൽ മെൽറ്റ് ചെയ്യുന്ന വെൽഡിംഗ് പ്രോസസ്സിനാണ് ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറയാം. എന്നാൽ നമുക്കറിയാം ഫോർജ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ് അല്ല. പിന്നെ അതുപോലെ തന്നെ ഫോർജ് വെൽഡിങ്ങിന്റെ കേസിൽ നമ്മൾ ഹാമർ യൂസ് ചെയ്ത് പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ നോൺ ഫ്യൂഷൻ വെൽഡിംഗ് വിത്ത് പ്രഷർ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. നിങ്ങൾക്ക് ഇവിടെ ഫിഗർ കാണാൻ പറ്റും. ആദ്യം ഇത് ഹൈ ടെമ്പറേച്ചറിലോട്ട് ഹീറ്റ് ചെയ്ത് പ്രഷർ കൊടുക്കുന്ന പ്രോസസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. Next question load go on. If main electric supply is not available, we can do arc welding with dash motor generator set, transformer set, engine generator set, rectifier set. Correct answer engine generator set ആണ്. സപ്ലൈ ഇല്ലെങ്കിൽ നമുക്ക് മോട്ടോർ ജനറേറ്റർ സെറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. എഞ്ചിൻ ജനറേറ്റർ സെറ്റ് ആണ് കറക്റ്റ് ആൻസർ. The amount of current setting for welding depends upon option A the thickness of plate, B the type of current AC or DC, C type of metal to be welded, D diameter, D is the diameter of electrode used. Correct answer option D ആണ്. Diameter of electrode used dependent ആണ്. While selecting straight polarity എപ്പോഴാണ് സെലക്ട് ചെയ്യുക? അല്ലെങ്കിൽ while selecting straight polarity എന്തായിരിക്കും ഇലക്ട്രോഡിന്റെ അവസ്ഥ? അതാണ് ക്വസ്റ്റ്യൻ. ഇലക്ട്രോഡ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് സൈഡ്, ബേസ് മെറ്റൽ കണക്റ്റഡ് ടു പോസിറ്റീവ് സൈഡ്, 1/3 ഹീറ്റ് ഡെവലപ്ഡ് ഇൻ ബേസ് മെറ്റൽ, 2/3 ഹീറ്റ് ഡെവലപ്ഡ് ഇൻ ഇലക്ട്രോഡ്. ഇലക്ട്രോഡിന്റെ അല്ലെങ്കിൽ ബേസ് മെറ്റലിന്റെ അവസ്ഥയാണ് ചോദിച്ചിട്ടുള്ളത് സ്ട്രൈറ്റ് പൊളാരിറ്റിയുടെ കേസിൽ. നമുക്ക് ഈ വെൽഡിംഗ് പൊളാരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അതിനെക്കുറിച്ച് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തരാം. രണ്ട് രൂപത്തിലാണ് പൊളാരിറ്റി ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് കറന്റ് ഇലക്ട്രോഡ് നെഗറ്റീവ് അഥവാ സ്ട്രൈറ്റ് പൊളാരിറ്റി. ഈ ഒരു കേസിൽ ഇലക്ട്രോഡ് നെഗറ്റീവും ബേസ് മെറ്റൽ പോസിറ്റീവും ആയിരിക്കും. രണ്ടാമത്തെ കേസ് ഡയറക്റ്റ് കറന്റ് ഇലക്ട്രോഡ് പോസിറ്റീവ് അല്ലെങ്കിൽ റിവേഴ്സ് പൊളാരിറ്റി. ഈ ഒരു കേസിൽ ഇലക്ട്രോഡ് പോസിറ്റീവും ബേസ് മെറ്റൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ കറക്റ്റ് ആൻസർ ബി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആർക്ക് വെൽഡിംഗ് ട്രാൻസ്ഫോമർ ഈസ് എ ഡാഷ് ട്രാൻസ്ഫോമർ. ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് വെൽഡിംഗ് ട്രാൻസ്ഫോമറിനെ കുറിച്ച്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഹൈ വോൾട്ടേജ് ലോ ആംബിയർ ഇൻപുട്ട് കറണ്ടിനെ ലോ വോൾട്ടേജ് ഹൈ ആംബിയർ വെൽഡിംഗ് കറണ്ടായി കൺവേർട്ട് ചെയ്യലാണ് ആർക്ക് വെൽഡിംഗ് ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ.
ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.